പിന്നെ അവിടെ വയ്ക്കുക. ഇതിൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ടാവും, ഇത് കണ്ട ഒരു ഇത് ഇല്ലേ കണ്ടാ, അത് അതിൻ്റെ ഉള്ളിലുണ്ടാവും. അത് എടുത്ത് കളയണം. ഇങ്ങനെ നല്ലോണം കഴുകി ഇതിൻ്റെ ഉള്ളിലൊക്കെ കളഞ്ഞ് എന്താ കളഞ്ഞിട്ട് ഈ ചോപ്പൊക്കെ കളഞ്ഞ് ഇത് നല്ല വൃത്തിയായി എന്നിട്ടാണ് മുറിച്ച്. അതാണ് അങ്ങനെ തല വേറെ നന്നാക്കിയാണ് കേട്ടോ. തല അങ്ങനെ തലേന്ന് നല്ല ടേസ്റ്റാണ്. തലേൻ്റെ ഉള്ളിൽ കറുത്തൊരു സാധനം ഉണ്ടാവും, അത് കളയണം. ഇങ്ങനെ നന്നാക്കി ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു ഇത് എന്താ അമ്മയ്ക്കറിയില്ല, അതാ കണ്ട ഒരു സാധനം അത് എടുത്തിട്ട് നന്നായി കഴുകി ഉള്ളിലത്തെ ഇനി ഒന്നും കൂടെ കഴുകൂട്ടോ, കട്ട് ചെയ്തിട്ട് ഈ ചുവപ്പൊക്കെ കളഞ്ഞ് തല വേറെ നന്നാക്കണം. തലേൻ്റെ ഉള്ളിൽ നിന്നാണ് ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് തലേൻ്റെ ഉള്ളിൽ നിന്ന് കറുത്തിട്ടൊരു സാധനം ഉണ്ടാവും, ഞാൻ നന്നാക്കി കാണിച്ചു തരാം. അത് ഉപയോഗിക്കും. തല നല്ല ടേസ്റ്റാണ് അതിൻ്റെ. തലേൻ്റെ ഉള്ളിൽ നിന്നാണ് ആ രുചി ഉണ്ടാവുക. ഇതിൻ്റെ തല ഇങ്ങനെ നന്നാക്കി വെച്ചാൽ ഇതിനാദ്യം കഴുകിയിട്ട് ഇതിൻ്റെ ഇവിടെ അല്ലേ, ഇവിടെ ഇങ്ങനെ മുറിക്കുമ്പോൾ കണ്ട കറുത്തൊരു സാധനം വരും, ഉള്ളിൽ കറുത്തൊരു സാധനം മഷി, ഒരു മഷി, അത് കളയണം. അതാണ് ഇതിൻ്റെ കേട്. കണ്ടോ അപ്പോൾ ഇത് ക്ലീനായി. ഇത് കളയും, കറുപ്പ് മുഴുവൻ കളയണം കേട്ടോ. കറുപ്പാണ് ഇതിൻ്റെ വേഷം. കറുത്ത കണ്ടോ, ഒന്നിൻ്റെ മുകളിൽ കൂടെ കണ്ട അത് ഫുള്ള് പോയിട്ട്. അങ്ങനെ കളയാം. തല ലാസ്റ്റ് ശരിയാക്കാം. തല നമ്മൾ നന്നാക്കി കാണിച്ചോ. അങ്ങനെ എടുക്കുക, ഒരു ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കീഴെത്താം. എന്താ അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു കറുത്ത സാധനം ഇങ്ങനെ കളയുക. അതിൻ്റെ ഉള്ളിൽ കൂടെ വെച്ചിട്ടുണ്ട എന്താ ഇത് അതാണ് അതിൻ്റെ തല. ഭയങ്കര ടേസ്റ്റാണ് ഇതിൻ്റെ തലേൻ്റെ ഉള്ളിൽ നിന്നാണ് രുചി വരിക. തലയാണ് എല്ലാ ഇതല്ലേ. ഇതാണ് അമ്പക്കട കാര്യം. ഇതിൻ്റെ ഉള്ളിലൊരു നാര് പോലെ ഉണ്ടാവും. അത് നമ്മുടെ ചെമ്മീൻ്റെ ഉള്ളിൽ കാണുന്ന പോലെ ഒരു നാരില്ല, അത് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് കളയണം. വെള്ളം വേണം അതിന്. പിന്നെ എന്നൊക്കെ ക്ലീൻ 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 എളുപ്പമാണ്. ഇതിൻ്റെ മുകളിൽ വേഗം വരും. ഇത് നല്ല വലിയതുണ്ട് കണ്ടിട്ടില്ലേ. ഇങ്ങനെ ആക്കാം, ഇങ്ങനെ എടുക്കുക, മുഴുവൻ കഴിഞ്ഞ തൊട്ടാ വരും. ശരിക്കും നല്ല മൂത്തതുണ്ടാവും. പക്ഷെ മൂത്തത് പറഞ്ഞാൽ അങ്ങനെയല്ല, വലിയതായിരിക്കും. പക്ഷെ അങ്ങനെ അല്ലാണ്ട് മൂക്കാത്തതും ഉണ്ടാവും. ഉള്ളിലത്തെ സാധനം ഇതിൻ്റെ ഉള്ളിൽ ഈ കോഴിക്കോട്ടുകാർ ഇതിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ നിറച്ചിട്ട് ഇതുണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കില്ല ഇവിടെ. തൊത്ത് കുളിക്കുക, അതാണ് ഒച്ചുണ്ടാക്കണല്ലേ. കേക്കുണ്ട്. മീൻ നന്നാക്കുക ചേച്ചി. ആഗോലി കിട്ടി. നാളെ നീ കണ്ണം പോവുകയാണേ.
അപ്പോൾ ഇതൊന്നും എന്തെങ്കിലും ഉണ്ടാക്കാച്ചിട്ട്. അപ്പോൾ മീനും കൂന്തളും കിട്ടി. അപ്പോൾ കൂന്തൾ നന്നാക്കുക പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക് ആണല്ലോ, ഒരു ടാസ്ക്. അത് ചെയ്തുകൊണ്ടിരിക്കുക. എന്താപ്പോ കള്ളത്തരം? ആ അല്ല, അന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോൾ എന്നും കുളിപ്പിക്കാൻ പാടും പറഞ്ഞോ? ആ ആ അവിടെ മുഴുവാക്കും. അപ്പൊ ഇവിടെ കൊണ്ടുപോയി വെള്ളം വെച്ചു കൊടുക്കുക. അതിന് ഇവിടെ ഇട്ട് കുളിപ്പിച്ചാൽ മതി. ഓളതിലിട്ടാൽ മതി. നിങ്ങളിപ്പോൾ അതിന് ഓളാക്കിയില്ലേ? എന്തിനാ ചേച്ചി അതിനെ ഓളാക്കണം ചേച്ചി? ആ ചേച്ചിക്ക് ഓളാ വേണം. എന്താ കറിയും ചോറൊക്കെ? സുനിത വന്നില്ലേ ചേച്ചി? ആ ആ ഓ മൂപ്പര് വന്നിട്ടുണ്ടോ? ആ ആ ആ ആ അല്ലേ തണുക്കും. നല്ല തണുപ്പുണ്ട് ഇപ്പോളേ. എന്താ ചേച്ചി അതെന്തായി? ആ ദൈവമേ. ആ ഞാനില്ല, ഞാനത് നോക്കിയിട്ടില്ല ന്യൂസ്. ഓ ഇന്നിപ്പം പ്രേം നസീറിന്റെ മോൻ മരിച്ചിരിക്കണല്ലോ, ഷാനവാസ്. 71 വയസ്സായിട്ടുള്ളൂ. ആ ആ കിഡ്നി പോയിരിക്കുക. അയാളിങ്ങനെ എന്തൊക്കെയോ പോലെ ഉണ്ടായിരുന്നല്ലോ കാണാനൊക്കെ. പാവം ഒക്കെ മരിച്ചു പോട്ടെ. ഇപ്പൊ 2 ഷാനവാസാണ് കേട്ടോ പോയത്. മറ്റേ നവാസ് അല്ലേ? ഈ മറ്റവന്റെ പേര് നവാസ്, ഇവന്റെ പേര് ഷാനവാസ്. ശരിക്കും അത്ര പൈസയൊന്നും ഇല്ല തോന്നുന്നു അവർക്ക്. ആ അങ്ങനെ പൈസയൊന്നും ഇല്ല തോന്നുന്നു. ഉപ്പ എന്ത് കുന്താ ചേച്ചി? അന്നത്തെ കാലത്ത് എന്താ കിട്ടുക? 10,000-ഒക്കെയോ? അന്നൊന്നും ഇങ്ങനെ ഇതൊന്നും ഇല്ലല്ലോ, ലക്ഷങ്ങളും കോടികളൊന്നും ഇല്ലല്ലോ. അല്ല നല്ല വീട്ടുകാരാണ്, പക്ഷെ എടുത്താൽ തീരാത്തൊന്നും ഇല്ലല്ലോ. എന്താ മക്കളൊക്കെ പിന്നെ എന്തൊക്കെയോ ജോലി ഉണ്ട് തോന്നുന്നു. അല്ല കോടീകർശനമാരെന്നല്ല, പാവം. അതെ, അവരൊക്കെ ലോകത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തവരല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്തവരല്ലേ. നമ്മളെ പോലെ തിന്ന് മരിക്കണവരല്ലല്ലോ. നല്ല ആൾക്കാർ കുറെ കാലം കിടക്കട്ടെ, നന്നല്ലാത്തവരൊക്കെ പോട്ടെ. മനസ്സിലായോ? എന്നിട്ട് ഇങ്ങനെ ഇത് പൊട്ടാതെ ഇങ്ങോട്ട് എടുത്താൽ എന്നിട്ട് പിന്നെ അതിൻ്റെ എൻ്റെ തലയ്ക്ക് തെറിച്ച് കണ്ണിക്ക് തെറിച്ച്. നമ്മുടെ കഴിക്കും.
കാലയോ അത് വേണം മുറിക്കുന്നു. നല്ലൊരു കൂന്തൽ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ എണ്ണ എടുത്ത് ചൂടാക്കിയ എണ്ണയിലേക്ക് ആദ്യം ഉള്ളി ഇടുക. ഞാനൊരു 5 ഉള്ളി നേരാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 ഉള്ളി വേണം ഇടാൻ. അമ്മയാണ് കറി ഉണ്ടാക്കുന്നത്, ഞാൻ ഒപ്പം പരികർമ്മിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 5 ഉള്ളി ഇട്ടതിന് ശേഷം നല്ലോണം വഴറ്റണം. നല്ലോണം വഴറ്റുക. സോ വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഉള്ളി ഒന്ന് കുറച്ച് വഴണ്ട് കഴിഞ്ഞ് വെച്ചാൽ ഇഞ്ചിയും പച്ചമുളകും എടുത്തിട്ടുണ്ടായി. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പച്ചമുളക് ഒരു 3-4 എണ്ണം, അതും കൂടി അരിഞ്ഞ് അതിലേക്ക് ഇടണം. അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കൂന്തലിന് വേവുണ്ട്. അപ്പോൾ കൂന്തൽ നമ്മൾ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറിലിട്ടിട്ട് വേവിക്കണം. ഒരു 3-4 വിസിൽ വരണമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലേക്ക് കൂന്തലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കും കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇടണം. ബേസിക് ആയിട്ടുള്ള നമ്മൾ ആഡ് ചെയ്യുന്ന സംഭവങ്ങൾ മാത്രം. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടും. ആദ്യം ഇതൊക്കെ ചേർത്ത് വഴറ്റുക കേട്ടോ. എന്നിട്ട് നമ്മൾ കുരുമുളക് പൊടി ഇടും. ഇതിൽ മല്ലിപ്പൊടി ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ബേസിക് ആയിട്ടുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്തായാലും വേണം. മീനൊക്കെ വയ്ക്കുമ്പോൾ മഞ്ഞൾപ്പൊടി എപ്പോഴും നമ്മൾ ആഡ് ചെയ്യും. പിന്നെ മുളക് പൊടി, പിന്നെ ഇത്തിരി കുരുമുളക് പൊടി ഇതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നൊരു ഐറ്റമാണ്. ഉപ്പ് കുറച്ചും കൂടി നമ്മളിടാം, കാരണം മീൻ അത്യാവശ്യമുണ്ട്. അപ്പോൾ ഉപ്പ് കുറച്ചും കൂടി ആഡ് ചെയ്തു. ശേഷം നമ്മൾ നന്നായിട്ട് വഴറ്റണം. കുരുമുളക് പൊടി ആഡ് ചെയ്യണം കേട്ടോ. കുരുമുളക് പൊടി ഒരു 2 ടീസ്പൂൺ. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാം. എരിവ് നല്ലോണം ഇഷ്ടമുള്ളവരാണെങ്കിൽ അധികം ആഡ് ചെയ്യാം, അല്ലാത്തവർക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്യാം. നാല് വിസിൽ അടിച്ചു. ഇതിൻ്റെ മണം നോക്കൂ. ഇനി ആഡ് ചെയ്യേണ്ട സംഭവം തക്കാളിയാണ്. ഒരു തക്കാളി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കിതിൽ ഫൈനലായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. നന്നായി ചെറുതായിട്ട് തക്കാളി അരിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോഴാണ് കറിയുടെ ടേസ്റ്റ് ഒന്നുകൂടി കറക്റ്റ് ആവുള്ളൂ. സോ തക്കാളി കൂടി ആഡ് ചെയ്യണം. അതിലത്തെ വെള്ളം മുഴുവൻ ഒഴിക്കണം. കൂന്തൽ നല്ല വെന്ത കൂന്തലാണ്. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അത് മിക്സ്ചറിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കുക. അതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് ഇത് വേവുന്ന വരെ, കൂന്തൽ ഓൾറെഡി വെന്തതാണ്, എന്നാലൊന്ന് മിക്സ് ആവുന്ന വരെ, മസാല അതിലേക്ക് പിടിക്കുന്ന വരെ നമ്മൾ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക.
ആ അല്ല അവളെ ഡ്രസ്സല്ല, അവള് ബോംബെയിൽ നിന്ന് വന്നല്ലേ, നാണക്കേടല്ലേ. അപ്പോൾ ശരിക്ക് ഫൈനലായിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി അടച്ചു വെച്ച് നമുക്കത് വേവിക്കാം. മിക്സ് ആവണം, എല്ലാ മസാലയും ആ കൂന്തലിലേക്ക് മിക്സ് ആവണ വരെ നമുക്കൊന്ന് വയ്ക്കാം, അടച്ചു വയ്ക്കാം.